പേര് ജയ്സൽ. ഞാൻ കിനാലൂർ ഏഴുവണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയും കുട്ടിയും വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ബാലുശ്ശേരി കിനാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരികയാണ്. ജയ്സൽ എന്ന് പറയുന്ന പ്രവാസിയായ യുവാവ് ഈ മാസം 21-നാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുമെന്ന് സ്വന്തം ഭാര്യയെയും അതുപോലെ തന്നെ മകനെയും എല്ലാം അറിയിക്കുന്നത്. വരുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പേ ഏകദേശം ഈ മാസം 16-ാം തീയതി തന്നെ ഭാര്യ അവിടെയുള്ള സ്വർണവും അതുപോലെ തന്നെ ഡ്രസ്സുകളും കുറച്ച് പണവും എല്ലാം എടുത്തിട്ട് നാട് വിടുകയാണ്. എങ്ങോട്ടാണ് പോയത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ സ്വന്തം ഭർത്താവായ ജയ്സലിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പോയ അന്ന് തന്നെ അദ്ദേഹം ബാലുശ്ശേരി സ്റ്റേഷൻ അടക്കം പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് 8 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു വിവരവും ഉണ്ടാകാത്തതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. എൻ്റെ മകനെയും ഭാര്യയും കണ്ടെത്തണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തൊഴിലിന് വേണ്ടിയിട്ട് സൗദി പ്രവാസി ജീവിതം തിരഞ്ഞെടുത്തിട്ട് ഏകദേശം 2 വർഷമായി അദ്ദേഹം പ്രവാസിയാണ്. അദ്ദേഹം ഈ മാസം 21-ാം തീയതി നാട്ടിലേക്ക് വരികയുമാണ്. ഇനി എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും അപ്പോൾ കാണുന്ന ആളുടെ ഒരു സുഖം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വാക്കിൽ വീണു പോയിട്ടോ ഇനി അല്ലെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിലും അത്തരത്തിൽപ്പെട്ട ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ആ സഹോദരി ഇറങ്ങിപ്പോയത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരുടെ എടുത്തെത്തുകയാണ് അല്ലെങ്കിൽ അവർ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് മിനിമം നിങ്ങളോട് പറയാനുള്ളത്, ഒരു സാമാന്യ മര്യാദ എന്ന നിലയ്ക്ക് ഞാൻ എന്തിനിറങ്ങിപ്പോകുന്നത് എന്നോ അല്ലെങ്കിൽ ഞാൻ ആരുടെ കൂടെയാണ് പോകുന്നത് എന്നോ അറിയിക്കാനുള്ള ഒരു ബാധ്യത ഏതായാലും നിങ്ങൾക്കുണ്ട്. ഈ കുട്ടി എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായി ഉണ്ടായ ഒരു കുട്ടിയല്ല. ഏതായാലും സ്വന്തമായി കുട്ടികൾ ഉണ്ടാവില്ല, നമുക്കറിയാലോ. അതുകൊണ്ട് അദ്ദേഹത്തിനും കൂടി അവകാശപ്പെട്ട കുട്ടിയാണ്. അവരുടെ മാതാപിതാക്കളുടെ അടുത്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെങ്കിലും നിങ്ങൾ അറിയിക്കുകയും അതുപോലെ തന്നെ ആ കുട്ടിയെ അവിടെ ആക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയായിരുന്നു. അതുപോലും നിങ്ങൾ ചെയ്തിട്ടില്ല. എന്തു തന്നെയായാലും എന്തിൻ്റെ പുറത്തായാലും ചിലപ്പോൾ തെറ്റിദ്ധാരണയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു ദുർലഭ നിമിഷത്തിലോ നിങ്ങളോട് പറ്റിയ തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് തിരുത്തുക തന്നെ വേണം. നിങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്ത എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും മാതാപിതാക്കളെയെങ്കിലും നിങ്ങൾ അത് അറിയിക്കണമായിരുന്നു. നിങ്ങളുടെ കൂടെയുള്ളതൊരു കുഞ്ഞാണ്. ഇന്ന് കാണുന്നവൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ അവനെ കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഭർത്താവിന് ഈ മകനെ പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ കണ്ടിരിക്കുന്നതാണ്. ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും നല്ല ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നല്ല മനസ്സ് തരട്ടെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മിനിമം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വിവരങ്ങളെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലും ചെയ്യാത്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഏതായാലും അടിവാരം അഷ്റഫ് ജസ്ന ദമ്പതികളുടെ മകളാണ് ഈ പറയുന്ന ഷഹല എന്ന് പറയുന്ന 28 വയസ്സുള്ള യുവതി. അവർ മുഹമ്മദ് എന്ന് പറയുന്ന അവരുടെ മകനെയും കൊണ്ടാണ് ഇപ്പോൾ കാണാണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങൾ അറിയുന്നവരോ ഏതായാലും ഈ വാർത്ത കാണുന്ന സമയത്ത് നിങ്ങൾക്കറിയുന്ന പ്രദേശങ്ങളിലോ ഏറ്റവും ഈ സഹോദരി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിവരങ്ങൾ അറിയിക്കുക. കാരണം അദ്ദേഹം ഒരു പ്രവാസിയാണ്. അദ്ദേഹം ഈ കുട്ടിയെയും ഭാര്യയും കാണാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് എല്ലാ പരിപാടികളും കഴിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസ് അദ്ദേഹം അറിയുന്നത്. ഏതായാലും എത്രമാത്രം സങ്കടം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും മറ്റു ബന്ധങ്ങളോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളോ ഇവർ തമ്മിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ വലിയ കാര്യങ്ങളായ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ ഭർത്താവായ ജയ്സൽ ഇപ്പോൾ പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. എൻ്റെ പേര് ജയ്സൽ. ഞാൻ കിനാലൂർ ഏഴുവണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയും കുട്ടിയും വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ളൊരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത് ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിൻ്റെ മുന്നേ വിവാഹം കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചതാണ്. അടുത്തന്നായിരുന്നു. കുറച്ച് സാമ്പത്തികവും വീടിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമതും ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പൊ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം തന്നെ കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്.
അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാള് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ. ഏതായാലും ജയ്സൽ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ആത്യന്തികമായിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം 8 വർഷമായി കല്യാണം കഴിച്ച് ജീവിക്കുന്നു, വൈവാഹിക ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ചിലപ്പോൾ എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും പ്രയാസങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല. പക്ഷേ നിങ്ങളെ ഇപ്പോൾ കെയർ ചെയ്യുന്ന നിങ്ങളുടെ കാമുകൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, എത്രമാത്രം അദ്ദേഹത്തിന് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും അത് നിങ്ങൾ ചിന്തിക്കണം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള കുട്ടി എന്ന് പറയുന്നത് ജയ്സലിൻ്റെ മകനാണ്. നിങ്ങൾക്കൊരു കാമുകനെ കിട്ടിയേക്കാം, ഒരു ഭർത്താവിനെ കിട്ടിയേക്കാം. പക്ഷേ ജയ്സൽ എന്ന് പറയുന്ന മകന് അവൻ്റെ വാപ്പയെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ വാപ്പയുടെ അടുത്തേക്ക് തന്നെ പോകണം. പോറ്റുപ്പ എന്ന് പറയുന്നത് ഒരിക്കലും അവൻ്റെ സ്വന്തം വാപ്പയായി മാറില്ല എന്നുള്ളെങ്കിലും നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. പക്ഷേ നിങ്ങൾ എന്ത് പ്രയാസത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, സൗന്ദര്യ പിണക്കങ്ങൾ, ഇതൊന്നുമില്ലാത്ത ഒരു കുടുംബവും ഇന്ന് കേരളത്തിലെന്നല്ല ലോകത്തെവിടെയുമില്ല. 100% സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഒന്നും ജീവിക്കുന്ന ഒരു കുടുംബങ്ങളുമില്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ സൗന്ദര്യം നോക്കി മറ്റ് കാര്യങ്ങൾ നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു തെളിനീരായിട്ട് ചിലപ്പോൾ നല്ല വാക്കുകൾ പറയുന്ന ആളാണ് സ്നേഹം എന്ന് തെറ്റിദ്ധരിച്ചിട്ടൊക്കെ ഇപ്പോഴത്തെ സഹോദരിമാർ ഒരുപാട് ഒളിച്ചോട്ടം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവസാനം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഇവരൊക്കെ കാണാൻ കഴിയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ പല വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, ഒന്നിക്കെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലായിരിക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ പറമ്പിലായിരിക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ മറ്റ് റൂമുകളിലും മറ്റൊക്കെ ആയിരിക്കാം. അങ്ങനത്തെ പൊട്ടക്കിണറിൽ അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിലാണ് നമുക്ക് ഇത്തരത്തിൽപ്പെട്ട ഒളിച്ചോട്ടക്കാരെ അവസാനമായിട്ട് കണ്ടെത്തുന്നത്. പക്ഷേ അത്തരത്തിൽപ്പെട്ട വാർത്തകളൊന്നും നമ്മൾ കേൾക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്നാലും എന്ത് തെറ്റിദ്ധാരണയുടെ പുറത്തായാലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ മഹല്ല് കമ്മിറ്റികളായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അതുമില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളായിട്ടുണ്ട്, അതുമല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുതിർന്ന ഒരുപാട് പൗരന്മാരുണ്ട്, ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരുണ്ട്. അവരോടൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും വിവാഹ താല്പര്യക്കുറവോ കാര്യങ്ങളോ, അദ്ദേഹത്തിൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തീരുമാനമുണ്ടാക്കാനുള്ള എല്ലാ നടപടികളും നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാണ്. അല്ലാതെ ഇത്തരത്തിൽപ്പെട്ട ഒരു നടപടിയിലൂടെ കുട്ടിയെയും എടുത്തുകൊണ്ടിട്ട് ആരോടും പറയാതെ ഒരു ഒളിച്ചോട്ടം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും മോശകരമായ ഒരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾ കൊടുക്കുന്ന സമൂഹത്തിനും നിങ്ങളുടെ മകനും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഭർത്താവിനും കൊടുക്കുന്ന ആഘാതം അത് എത്രമാത്രമാണെന്ന് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇത്തരത്തിൽപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റും. ഒരു ഭർത്താവിന് നിങ്ങളെ കെയർ ചെയ്യുന്നത് പോലെ ഒരിക്കലും നിങ്ങളുടെ കാമുകന് നിങ്ങളെ കെയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അദ്ദേഹം ചിലപ്പോൾ റൊമാൻറ്റിക് ആയിരിക്കാം, അദ്ദേഹം നല്ല കളറുള്ള മനുഷ്യനായിരിക്കാം, അദ്ദേഹം കാറുള്ള മനുഷ്യനായിരിക്കാം, പണമുള്ള മനുഷ്യനായിരിക്കാം. ഇതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. കുറച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങളെ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ സമയത്ത് തുടങ്ങും നിങ്ങളുടെ യാതനകളും പ്രയാസങ്ങളും പരിഭവങ്ങളും എല്ലാം. ആ സമയത്ത് തുറന്ന് പറയാൻ പോലും നിങ്ങളുടെ കുടുംബക്കാരോ വീട്ടുകാരോ ഉമ്മയോ ഉപ്പയോ ആരും തന്നെ നിങ്ങളുടെ വാക്ക് കേൾക്കാത്തൊരവസ്ഥയും വരും. ആ സമയത്ത് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ മറ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ മരണമായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏക വഴി. അതിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റിയ തെറ്റ് തുറന്നു പറഞ്ഞുകൊണ്ട് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. തീർച്ചയായിട്ടും ഈ സഹോദരിക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ടെങ്കിലും നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയോ അത്തരത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഒരിക്കലും വീട്ടിൽ നിന്നാരും പൊന്നും അതുപോലെ തന്നെ ഡ്രസ്സുകളും ഒന്നും എടുത്തിട്ട് അങ്ങനെ അബദ്ധങ്ങൾ സംഭവിച്ച് നമ്മൾ കേട്ടിട്ടില്ല. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട വീഡിയോൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ മോശം കമൻ്റ് ഇടുന്നുണ്ട്. അത്തരത്തിൽപ്പെട്ട കമൻറ്റുകളൊന്നും ഇടാതിരിക്കുക. കാരണം ഒരു സഹോദരിയാണ്, അവരുടെ മകനാണ്, അവരുടെ ജീവിതമാണ്. തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു പിടിക്കാനും പൂർവാധികം ശക്തിയോടെ സ്നേഹിച്ച് നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാനും പടച്ച റബ്ബ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. കാരണം ഒരു കുടുംബത്തിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് മാത്രമാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ ആയി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.